സദ്യ വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അവിയൽ. അവിയലില്ലാത്ത ഒരു സദ്യയെപ്പറ്റി മലയാളിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് സദ്യ സ്റ്റൈൽ അവിയൽ റെസിപ്പിയാണ്. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. അവിയൽ ഉണ്ടാക്കാനായി ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ 2 മുരിങ്ങക്കായ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 കപ്പ് ചേന നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അവിയലിനുള്ള പച്ചക്കറികളൊക്കെ ഇതേപോലെ നീളത്തിൽ കനം കുറഞ്ഞാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു പച്ചക്കായ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ഇടത്തരം ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം പച്ചക്കറികൾ നിങ്ങളുടെ കയ്യിലുണ്ടോ അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് അമരപ്പയർ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വെള്ളരിക്ക, ഒരു വലിയ വെള്ളരിക്കയുടെ കുറച്ച് ചെറിയൊരു ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഒരു പടവലങ്ങയുടെ ചെറിയൊരു ഭാഗം നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ് കൂടി നന്നായി നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഞാൻ അവിയലിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് പച്ചക്കറി ഒന്ന് വേവിച്ചെടുക്കാം. അതിനായി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം. സദ്യക്ക് ഉണ്ടാക്കുന്ന അവിയലിലേക്ക് നമ്മൾ സവാളയും തക്കാളിയും ചേർക്കാറില്ല. ബാക്കി ഏത് പച്ചക്കറി വേണമെങ്കിലും നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും പച്ചക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പച്ചക്കറി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി എടുക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം കൂടി പോവാൻ പാടില്ല. ഇപ്പോൾ പച്ചക്കറികളൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറു തീയിൽ നന്നായി വേവുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പച്ചക്കറി വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് അവിയലിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പുണ്ടാക്കാം. അതിനായി ഞാനിവിടെ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു വലിയ തേങ്ങ മുഴുവനായി തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 നല്ല എരിവുള്ള പച്ചമുളക്, ഒരു 15 ചെറിയുള്ളി എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം അവിയലിന് നല്ല ടേസ്റ്റ് ആണ്. 1 ടീസ്പൂൺ ജീരകം, 1 തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് ചതച്ചു കൊണ്ടുവരാം. ഒരുപാട് അരഞ്ഞു പോകരുത്, നന്നായി ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാവും. ഇതുപോലെ നന്നായി ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നാൽ മതി. ഇനി ഇത് നമ്മൾക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ പുളിക്ക് ആവശ്യമായി തൈരാണ് ചേർക്കുന്നത്. അതിനുവേണ്ടി 1/2 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചക്കറി നമ്മൾ ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കണം. അടിയിലെ പച്ചക്കറികളൊക്കെ മുകളിൽ വരുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും നന്നായി ചൂടെത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി വീണ്ടും അടച്ചു വെച്ച് നമ്മൾക്ക് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾക്ക് മൂടി തുറന്ന് നോക്കാം. പച്ചക്കറികളൊക്കെ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒരുപാട് വറ്റിയിട്ടൊന്നുമില്ല. അഥവാ നിങ്ങൾക്ക് ഈ സമയത്ത് വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാവുന്നതുമാണ്. ഇനി നമ്മൾക്ക് നടുക്കുള്ള പച്ചക്കറികളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു നടുക്ക് ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പിന്റെ മുകളിലേക്ക് നമ്മൾക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുത്ത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടി ചെറു തീയിൽ നന്നായി അരപ്പും പച്ചക്കറിയും നന്നായി വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കാം.
5 മിനിറ്റിന് ശേഷം നമ്മൾക്ക് മൂടി തുറക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ തേങ്ങാക്കൂട്ട് പച്ചക്കറികളിലേക്ക് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചക്കറികളൊക്കെ അത്യാവശ്യം നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് ഉടഞ്ഞു പോകാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിവിടെ ഉപ്പ് പാകത്തിനുണ്ട്. ഇപ്പോൾ തേങ്ങാക്കൂട്ടൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സദ്യ സ്റ്റൈൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് മൂടി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയത്ത് അവിയൽ നന്നായി പാകമായി വരും. നല്ല പച്ചവെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ മണമുള്ള സദ്യ സ്റ്റൈൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും.